ഹായ് ഹലോ ഡിയർ ഓൾ. ഇന്ന് നമ്മൾ വലിയ നോമ്പിൻ്റെ അവസാനത്തിലേക്ക് എത്തിയിരിക്കുകയാണ്. 50 ദിവസത്തെ ഒരു തീർത്ഥയാത്ര കഴിയുന്നു എന്ന് വേണമെങ്കിൽ പറയാം. ഇതിനു മുമ്പ് ഞാൻ പല പ്രാവശ്യം നിങ്ങളുടെ മുമ്പിൽ എത്തിയിരുന്നു. ലണ്ടൻ ലഞ്ച്, ലണ്ടൻ ബ്രേക്ക്ഫാസ്റ്റ് എന്നിങ്ങനെ. താങ്ക് യു സോ മച്ച് ഫോർ യുവർ സപ്പോർട്ട്. അതുപോലെ ഈ എയർ ഫ്രയറും എനിക്ക് വളരെ ഹെൽപ്ഫുള്ളാണ്. എനിക്ക് കുറച്ച് മുരിങ്ങക്കായ കിട്ടിയിട്ടുണ്ട്. ഇന്നത്തെ ലണ്ടൻ ലഞ്ചിന് മുരിങ്ങക്കായ തീയൽ വെക്കാമെന്ന് വിചാരിച്ചു. അതിനായി തേങ്ങ എയർ ഫ്രയറിൽ ഫ്രൈ ആക്കാനായി വെച്ചിട്ടുണ്ട്. 180 ഡിഗ്രി സെൽഷ്യസിൽ 15 മിനിറ്റാണ് വെച്ചിരിക്കുന്നത്. സമയം തേങ്ങയുടെ ക്വാണ്ടിറ്റി അനുസരിച്ച് വ്യത്യാസം വരും. 2-3 മിനിറ്റ് കൂടുമ്പോൾ ഓപ്പൺ ചെയ്ത് ഇളക്കി കൊടുക്കണം. അതിനിടയിൽ മുരിങ്ങക്കായും ഉള്ളിയുമെല്ലാം ഉപ്പിട്ട് വഴറ്റുന്നുണ്ട്. ഇനി കുറച്ച് വെള്ളം ഒഴിച്ച് വേകാൻ വെക്കാം. അപ്പോഴേക്കും തേങ്ങ ഇവിടെ ഫ്രൈ ആയി വന്നിട്ടുണ്ട്. നല്ല ചൂടുണ്ട്. ഇതിലേക്ക് മല്ലിപ്പൊടിയും മുളക് പൊടിയും ഇട്ട് നന്നായി ഇളക്കി കൊടുക്കാം. തേങ്ങയുടെ ചൂടിൽ പൊടികളും ചൂടായിക്കോളും. ഇനി ഇത് നന്നായി ഒന്ന് പൊടിച്ചെടുക്കാം. വെള്ളം തൊടാതെ പൊടിച്ചിട്ട് ശേഷം വെള്ളം ഒഴിച്ച് അരച്ചാൽ മതിയാവും. ഇപ്പോൾ ഇതിൻ്റെ ചൂട് മാറിയിട്ടുണ്ട്. ഒന്ന് പൊടിച്ചോണ്ട് വരാം. ഞാൻ കുറച്ച് പുളി ഇവിടെ വെള്ളം ഒഴിച്ച് വെച്ചിരുന്നു. ഇപ്പോൾ നന്നായി സോക്കായിട്ടുണ്ട്. അപ്പോഴേക്കും മുരിങ്ങക്കോൽ വെന്തിട്ടുണ്ട്. ഇനിയും ഈ പുളി പിഴിഞ്ഞ വെള്ളം ഇതിലേക്ക് ഒഴിച്ചു കൊടുത്ത് കുറച്ചുകൂടി ഒന്ന് അടച്ചു വെക്കാം. ഇനി അരപ്പിട്ട് ആവശ്യത്തിന് ചൂടുവെള്ളം കൂടി ഒഴിച്ച് തിളപ്പിക്കാം. അതോടുകൂടി നമ്മുടെ തീയൽ തയ്യാറായി കഴിയും. ഇനി ക്യാബേജ് തോരൻ ഉണ്ടാക്കാമെന്ന് വിചാരിച്ചു. ഈ ക്യാബേജ് തോരൻ എന്ന് കേൾക്കുമ്പോൾ എനിക്ക് ചിരി വരാറുണ്ട്. കാരണം അറിയണമെങ്കിൽ കുറച്ച് വർഷങ്ങൾ പുറകിലോട്ട് പോകണം. ഞാൻ BEdന് പഠിച്ചിരുന്ന സമയം കൂടുതൽ പേരും കണ്ണൂർക്കാരാണ്. പത്തനംതിട്ടക്കാർ ഞങ്ങൾ 2-3 പേർ മാത്രം. ഹോസ്റ്റലിൽ വെച്ച് ഒരു ദിവസം മെസ്സിൽ പോയി തിരികെ വരുമ്പോൾ അവരിലൊരാൾ പറഞ്ഞു, ഇന്നത്തെ ഉപ്പേരി നന്നായിരുന്നു അല്ലേ എന്ന്. ഞങ്ങൾക്ക് ഉപ്പേരി കിട്ടിയില്ലല്ലോ എന്നായി ഞങ്ങൾ. ഇതെന്ത് പണിയാ ഞങ്ങൾക്ക് മാത്രം, എന്താ തരാഞ്ഞേ, നിങ്ങൾക്ക് എപ്പോഴാ തന്നേ, ഞങ്ങൾ കണ്ടില്ലല്ലോ. ആകെപ്പാടെ പ്രശ്നമായി. പോയി ചോദിച്ചിട്ട് തന്നെ കാര്യം എന്നൊക്കെയായി. അവസാനം ഞാൻ വിഷമത്തോട് ചോദിച്ചു, ചക്കയുപ്പേരി ആയിരുന്നോ ഏത്തയ്ക്ക ഉപ്പേരി ആയിരുന്നോ? ക്യാബേജ് ഉപ്പേരി എന്നവർ ഒരുമിച്ച് പറഞ്ഞു. ക്യാബേജ് ഉപ്പേരിയോ? ഞങ്ങൾക്ക് ക്യാബേജ് തോരൻ കിട്ടിയല്ലോ. പിന്നെ അപ്പോഴല്ലേ അറിഞ്ഞത് ഈ തോരനും ഉപ്പേരിയും സംഭവം ഒന്ന് തന്നെയാണെന്ന്. അതിനിടയിൽ തോരന് വേണ്ട തേങ്ങയൊക്കെ ചേർത്തിരുന്നു, പക്ഷേ റെക്കോർഡായില്ല. താങ്ക്സ് ഫോർ വാച്ചിങ്.